പോളിംഗ് സമയത്ത് സംഭവിക്കാവുന്ന മിസ്റ്റേക്സ് എന്തൊക്കെ എറർ നമുക്ക് വരാൻ സാധ്യതയുണ്ട്, അത് നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ സാധാരണഗതിയിൽ വരാവുന്ന എറേഴ്സാണ് ഞാൻ പ്രതിപാദിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ബാലറ്റ് കമാൻഡ് കൊടുക്കുന്നു, ഒരു വോട്ടർക്ക് വേണ്ടി ബാലറ്റ് കമാൻഡ് കൊടുക്കുമ്പോൾ ഇങ്ങനെയൊരു ഡിസ്പ്ലേ വരും, ലിങ്ക് എറർ 1. ഇങ്ങനെയൊരു മെസ്സേജ് കണ്ടാൽ, ലിങ്ക് എറർ 1 കണ്ടാൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് ഇതിനകത്തുള്ള ഇൻ്റർ കണക്റ്റിംഗ് കേബിള് എവിടെയോ കുഴപ്പമാണ്, അത് പ്രോപ്പർലി കണക്റ്റഡ് ആണ്. അപ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് ഇതിൻ്റെ ഇൻ്റർ കണക്റ്റിംഗ് കേബിള് ശരിയായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കാം. ഇൻ്റർ കണക്റ്റിംഗ് കേബിള് ഇത് പ്രോപ്പറായിട്ട് കണക്ട് ചെയ്തിരുന്നില്ല, ഇപ്പം ഞാനത് പ്രോപ്പറായിട്ട് കണക്ട് ചെയ്തു. പ്രോപ്പറായിട്ട് കണക്ട് ചെയ്തതിന് ശേഷം വീണ്ടും ബാലറ്റ് കമാൻഡ് കൊടുക്കുന്നു. ഇപ്പോൾ ലിങ്ക് എറർ 2 ഡിസ്പ്ലേ ചെയ്യുന്നതിൻ്റെ അർത്ഥം ഇതിനകത്ത് ഏതോ സ്ലൈഡ് സ്വിച്ചുകളുടെ പൊസിഷൻ ശരിയല്ല, ഏതോ ബാലറ്റ് യൂണിറ്റിലെ സ്ലൈഡ് സ്വിച്ചിൻ്റെ പൊസിഷൻ ശരിയല്ല. സ്ലൈഡ് സ്വിച്ചിൻ്റെ പൊസിഷൻ ശരിയല്ലാത്ത ഒരു മിസ്റ്റേക്കാണ് വരുന്നതെങ്കിൽ, ലിങ്ക് എറർ 2 ആണ് വരുന്നതെങ്കിൽ നമുക്ക് പോളിംഗ് സ്റ്റേഷനിൽ റെക്ടിഫൈ ചെയ്യാൻ കഴിയുന്നതല്ല. കാരണം ഈ സ്ലൈഡ് സ്വിച്ച് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ബാലറ്റ് യൂണിറ്റിനകത്താണ്. ബാലറ്റ് യൂണിറ്റ് റിട്ടേണിംഗ് ഓഫീസർ സീൽ ചെയ്താണ് നമുക്ക് പോളിംഗ് സ്റ്റേഷനിൽ തന്നിട്ടുള്ളത്. അത് ആ സീൽ തുറന്ന് ആ ബാലറ്റ് സ്ലൈഡ് സ്വിച്ചിൻ്റെ പൊസിഷൻ കറക്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിലാണെങ്കിൽ നമ്മൾ ഈ മെഷീൻ റിട്ടേൺ ചെയ്തിട്ട് വേറെ മെഷീൻ വെച്ചിട്ട് തുടങ്ങുക, പോൾ പ്രോസസ്സ് ആരംഭിക്കും. പക്ഷേ ഇങ്ങനെ ഒരു മിസ്റ്റേക്ക്, അതായത് സ്ലൈഡ് സ്വിച്ചിൻ്റെ പ്രശ്നം കൊണ്ടുള്ള ഒരു എറർ വരുന്നത് നമുക്ക് രാവിലെ തന്നെ പോളിംഗ് ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്കറിയാൻ കഴിയും. മോക്ക് പോൾ നടത്തുമ്പോഴേ ഈ മിസ്റ്റേക്ക് വരും, മോക്ക് പോൾ കണ്ടക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പം തന്നെ നമുക്ക് മെഷീൻ മാറ്റാൻ പറ്റും. അതുകൊണ്ട് ആക്ച്വൽ പോളിനെ ഇതൊരു തരത്തിലും ബാധിക്കുന്നതല്ല. ഇപ്പം ഞാനിത് പരിശോധിച്ചാൽ ഇത് ഒന്നാമത്തേതാണ്, അതിൻ്റെ സ്ലൈഡ് സ്വിച്ച് ഒന്നിൽ തന്നെയാണ്. പക്ഷേ രണ്ടാമത്തേതിൻ്റെ സ്ലൈഡ് സ്വിച്ച് പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, രണ്ടാമത്തേതിൻ്റെ സ്ലൈഡ് സ്വിച്ചിൻ്റെ പൊസിഷനും 1 ക്രമീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ ലിങ്ക് എറർ 3 എന്ന് പറയുന്നത് കൺട്രോൾ യൂണിറ്റിൽ കണക്ട് ചെയ്തിട്ടുള്ളതല്ല, ഏതോ ഇൻ്റർ കണക്ട് ചെയ്തിട്ടുള്ള ബാലറ്റ് യൂണിറ്റുകളിലെ ഏതിൻ്റെയോ കണക്റ്റിംഗ് കേബിള് പ്രോപ്പർലി കണക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ ഓരോരോ ബാലറ്റ് യൂണിറ്റ് ആയിട്ട് പരിശോധിക്കണം. ഇപ്പോൾ ഒന്നാമത്തെ ബാലറ്റ് യൂണിറ്റ് എടുത്തു, ഒന്നാമത്തെ ബാലറ്റ് യൂണിറ്റിൽ അത് പ്രോപ്പറായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ കണക്ഷന് പ്രശ്നമൊന്നുമില്ല, നമ്മൾ അടച്ചു വെച്ചു. രണ്ടാമത്തെ ബാലറ്റ് യൂണിറ്റ് എടുത്തു, രണ്ടാമത്തെ ബാലറ്റ് യൂണിറ്റിലേക്ക് കണക്ട് ചെയ്യുന്ന മൂന്നാമത്തേത് രണ്ടാമത്തേതുമായി പ്രോപ്പറായിട്ട് കണക്ട് ചെയ്തിരുന്നില്ല, അതായിരുന്നു ഇതിൻ്റെ പ്രശ്നം. അപ്പോൾ ആ പ്രശ്നം പരിഹരിക്കാനായിട്ട് നമ്മൾ ഇൻ്റർ കണക്റ്റിംഗ് കേബിള് പ്രോപ്പറായിട്ട് കണക്ട് ചെയ്തു. അത് നമ്മൾ ബാലറ്റ് കൊടുത്തപ്പോഴേക്കും ബാലറ്റ് വർക്ക് ചെയ്തു. ഇപ്പോൾ പ്രോപ്പറാണ്. ഇപ്പം നമ്മുടെ കണക്ഷനുകൾക്കൊന്നും ഒരു പ്രശ്നമില്ല. ഈ ലിങ്ക് എറർ എന്ന് പറയുന്നത് ഇങ്ങനെ 3 തരത്തിലാണ് ലിങ്ക് എറർ വരാറ്. ഇനി നമുക്കത് വോട്ടിങ്ങിലേക്ക് പോകാം. പിന്നെ ഓരോ സ്ഥാനാർത്ഥികൾക്ക് ഓരോരുത്തരും വോട്ട് ചെയ്യുന്നു. വോട്ട് ചെയ്യുമ്പോഴേക്കും വോട്ട് റെക്കോർഡായി, മെഷീന് പ്രശ്നമൊന്നുമില്ല. ഇനി വരാവുന്നത് മറ്റൊരു എററാണ്. ബാലറ്റ് കമാൻഡ് കൊടുക്കുമ്പോൾ ഇങ്ങനെയൊരു മെസ്സേജ് വരും, പ്രസ്ഡ് എറർ 3 എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ ബാലറ്റ് യൂണിറ്റിൽ, മറ്റേത് പ്രസ്ഡ് എറർ 1 എന്ന് വരും, പ്രസ്ഡ് എറർ 2 എന്ന് വരും. 3 എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ ബാലറ്റ് യൂണിറ്റിൽ ഏതോ ബട്ടൺ തുടർച്ചയായി അമർന്നിരിക്കുകയാണ്. അത് പല കാരണങ്ങൾ കൊണ്ട് അമർന്നിരിക്കാം. ചിലപ്പോൾ അതിൻ്റെ ഏതെങ്കിലും സ്പ്രിങ്ങിൻ്റെ കുഴപ്പം കൊണ്ട് ആ ബാലറ്റ് യൂണിറ്റ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ അതിൻ്റെ ഏതെങ്കിലും ഈ കാൻഡിഡേറ്റ് ബട്ടൺ പ്രസ്സായിരിക്കാം. അങ്ങനെ കാൻഡിഡേറ്റ് ബട്ടൺ പ്രസ്സായിരിക്കുകയാണെങ്കിലും ഈ പ്രസ്ഡ് എറർ വരും. അതല്ലെങ്കിൽ വേറെ സാധ്യത, ഈ പോളിംഗ് ഈ ബാലറ്റ് യൂണിറ്റുകളെല്ലാം തന്നെ ക്രമീകരിച്ചിരിക്കുന്നത് വോട്ടിംഗ് കമ്പാർട്ട്മെൻറ്റിനകത്താണ്. ഈ വോട്ട് ചെയ്യാനായി പോയ ഏതെങ്കിലും ബിരുദൻ ഈ ബട്ടണിൻ്റെ ഇടയിൽ എന്തെങ്കിലും സാധനങ്ങൾ തിരികെ വെച്ചിട്ടുണ്ടെങ്കിലും ഇത് സംഭവിക്കാം. ഇപ്പോൾ വരുന്നത് ഇവിടെ നമ്മൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ നേരെ ഈ വോട്ടറെ പുറത്തിറക്കുക. ഈ വോട്ടർ അതിനകത്ത് പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ആ വോട്ടറെ നമ്മൾ യാതൊരു ഇതിനകത്ത് ആളില്ലാതെ വോട്ടിംഗ് കമ്പാർട്ട്മെൻറ്റിനകത്ത് മറ്റു വോട്ടർമാരും ഇല്ലാത്ത സാഹചര്യത്തിൽ പ്രിസൈഡിംഗ് ഓഫീസറെ മെഷീൻ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് നമ്മൾ നേരെ വോട്ടിംഗ് കമ്പാർട്ട്മെൻറ്റിലേക്ക് പോവുക. വോട്ടിംഗ് കമ്പാർട്ട്മെൻറ്റിൽ ചെന്ന് ഈ ബട്ടണുകൾ ഓരോന്നായിട്ട് പ്രസ് ചെയ്യണം. പ്രസ് ചെയ്തിപ്പോൾ നമ്മളിപ്പോൾ 3 ആണ് കണ്ടത്. അപ്പോൾ മൂന്നാമത്തെ ബാലറ്റ് യൂണിറ്റ് പരിശോധിക്കുന്നു. മൂന്നാമത്തെ ബാലറ്റ് യൂണിറ്റ് ഈ ബട്ടണുകളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. നോക്കിയപ്പോൾ ഇതിനിടയ്ക്കൊരു സാധനം തിരികെ വെച്ചത്. ഇങ്ങനൊരു സാധനം തിരികെ വെച്ചിരുന്നതാണ് നമുക്ക് ഈ പ്രസ്ഡ് എറർ ഉണ്ടാവാനുള്ള കാരണം. ഇതിപ്പോൾ എനിക്ക് അത് ഇളക്കിയെടുക്കാൻ പറ്റും. ഒരുപക്ഷെ ചില സാധനങ്ങൾ നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റാത്ത സാധനങ്ങൾ ഉണ്ടാവാം. കോയിനാണ് അതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റണമെന്നില്ല. നമുക്കത് പേനുണ്ടോ അങ്ങനെയൊന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ ആ സാധനത്തിന് നമ്മൾ ഇതിൻ്റെ സൈഡിലേക്ക്, ഇതിൻ്റെ വശത്തേക്ക് അങ്ങോട്ട് തള്ളി നീക്കിയാൽ മതി. പേനയോ
പെൻസിലോ അങ്ങനെ ഏതെങ്കിലും സാധനം കൊണ്ട് ഇതിനെ അങ്ങോട്ട് തള്ളി നീക്കിയാല ഇത് നേരെ ഇതിൻ്റെ അടുത്തൂടെ പോയി ഇതിൻ്റെ താഴെ ഒരു ചാലാണ്, ആ ചാലിൽ വീണത് അവിടെ കിടന്നു. അത് നമുക്ക് പിന്നെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കില്ല. അങ്ങനെ ആ സാധനത്തിന് നമുക്ക് എടുക്കാൻ പറ്റാത്തൊരു സാധനമാണെങ്കിൽ ഇതിനങ്ങേറ്റം കുത്തി നീക്കി ആ ഭാഗത്ത് അങ്ങ് ഇടുക, ആ ചാലിനകത്ത് അത് അവിടെ കിടന്നോളും, നമുക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കില്ല. നമ്മൾ വീണ്ടും ബാലറ്റ് കമാൻഡ് കൊടുക്കുമ്പോൾ ബാലറ്റ് കമാൻഡിലേക്ക് ഇപ്പോൾ കമാൻഡ് ആക്ടിവേറ്റ് ആയി. ഇത് എല്ലാത്തിലെയും റെഡി ലാമ്പ് കത്തി, ഇതിനകത്തുള്ള ബിസി ലാമ്പ് കത്തി. ഇനി നമുക്ക് വോട്ട് റെക്കോർഡ് ചെയ്യാം. ഇപ്പോൾ ഓർഡർ റെക്കോർഡായി, പ്രസന്റ് എറർ മാറി. ഈ 2 എററാണ് സാധാരണയായി വരാൻ സാധ്യതയുള്ളത്. ഇത് നമുക്ക് പോളിംഗ് സ്റ്റേഷനിൽ റെക്ടിഫൈ ചെയ്യാവുന്നതാണ്. ഈ സ്ലൈഡ് സ്വിച്ചിൻ്റെ പൊസിഷൻ മാറിയിരിക്കുന്നതുകൊണ്ടല്ലാത്ത എറേഴ്സ് എല്ലാം തന്നെ നമുക്ക് പോളിംഗ് സ്റ്റേഷനിൽ റെക്ടിഫൈ ചെയ്യാം. ഇനി ഇതല്ലാതെ വരാവുന്ന എറർ എന്ന് പറയുന്നത് മെമ്മറി എറർ വരും. മെമ്മറി എറർ എന്ന് പറയുന്നത് ഈ മെഷീൻ്റെ മെമ്മറി ഡാമേജിലാണ്. അങ്ങനെയുള്ളൊരു മെഷീൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ആ മെഷീൻ നമ്മൾ മാറ്റി വെക്കുകയാണ്. പിന്നെ വരാവുന്ന എറർ എന്ന് എഴുതി വരാം, വെറുതെ എറർ എന്ന് മാത്രം എഴുതി വരും. അതാണെങ്കിൽ ഇതിനകത്തുള്ള ബോർഡിൻ്റെ കംപ്ലൈൻ്റ് ആണ്. അങ്ങനെയുള്ള മെഷീനും മറ്റ് എറേഴ്സ് വേറെ ഏത് എറർ വന്നാലും നമുക്ക് ഇതിനെ പിന്നെ ഇനോപ്പറേറ്റീവ് എന്ന് എഴുതി കാണിക്കും. അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിലെല്ലാം ഈ പറഞ്ഞ 2 സാഹചര്യങ്ങൾ മാത്രമേ നമുക്ക് പോളിംഗ് സ്റ്റേഷനിൽ റെക്ടിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. മറ്റെല്ലാ എറേഴ്സും നമ്മൾ ആ മെഷീൻ റീപ്ലേസ് ചെയ്യാം. മെഷീൻ റീപ്ലേസ് ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്കും ആ മെഷീൻ സെറ്റോടുകൂടി മാറ്റി പുതിയ സെറ്റ് വെക്കുക എന്നാണ്. അല്ല ആ പർട്ടിക്കുലർ കമ്പണൻ്റ് മാത്രമായിട്ട് നമ്മൾ മാറ്റില്ല. EVM എന്ന് പറയുന്ന ഒരു സെറ്റാണ്. ആ EVM സെറ്റോടുകൂടി മാറ്റി പുതിയ EVM വെക്കുക. പിന്നെ അവിടെ വരാവുന്നൊരു സംശയം സ്വാഭാവികമായും നിങ്ങളുടെ മനസ്സിലുണ്ടാവാം, അതുവരെ റെക്കോർഡ് ചെയ്ത വോട്ട് എന്താവും. അതുവരെ റെക്കോർഡ് ചെയ്ത വോട്ടെല്ലാം അതിനകത്ത് വളരെ കൃത്യമായി റെക്കോർഡ് ചെയ്തിരിക്കുക, നമുക്ക് റിട്രീവ് ചെയ്യാൻ കഴിയുന്നതാണ്. അതിന് വേറെ ബുദ്ധിമുട്ടൊന്നും വരില്ല. ബാക്കി നമ്മൾ ബാക്കി പ്രോസസ്സ് ചെയ്യണം. പക്ഷേ ഓർത്തിരിക്കേണ്ടുന്ന ഒരു കാര്യം, എപ്പോഴെങ്കിലും നമ്മൾ മെഷീൻ റീപ്ലേസ് ചെയ്ത് പുതിയ മെഷീൻ വെക്കുകയാണെങ്കിൽ അതിന് മുമ്പെല്ലാം നമ്മൾ മോക്ക് പോൾ കണ്ടക്ട് ചെയ്യണം. പുതിയ മെഷീൻ വെച്ച് ആക്ച്വൽ പോൾ തുടങ്ങുന്നതിന് മുമ്പ് മോക്ക് പോൾ കണ്ടക്ട് ചെയ്തിരിക്കണം. അത് നമ്മൾ ഓർത്ത് വെക്കണം. ഇത്രയും എറേഴ്സാണ് ഇതിനകത്ത് വരാൻ സാധ്യതയുള്ളത്. ഇത് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.